ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ പ്രശസ്തമായൊരു ദേവീക്ഷേത്രത്തിലാണ്. മലയാലപ്പുഴ ദേവീക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ നിരവധി കേരളത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും വിവിധ ഭക്തജനങ്ങളാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. വിശേഷ ദിവസങ്ങളിലും മറ്റ് അവധി ദിവസങ്ങളിലും വളരെ തിരക്കനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ഞാൻ ഇന്ന് വന്നപ്പോൾ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ഭദ്രകാളി പ്രതിഷ്ഠയാണെങ്കിലും അഭീഷ്ട വരദായിനിയും ആശ്രിത വത്സലയുമായ ദേവീ സങ്കല്പമാണ് ഇവിടെ കൂടികൊള്ളുന്നത്. കടിശർക്കര പ്രയോഗത്തിലാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. പലതരം തടിക്കഷ്ണങ്ങൾ, കളിമണ്ണ്, ആയുർവേദ പച്ചമരുന്നുകൾ, പാൽ, നെയ്യ്, കർപ്പൂരം, മഞ്ഞൾ, ചന്ദനം, സ്വർണം, വെള്ളി, പ്രകൃത്യാവുള്ള പശ എന്നിവയുടെ കൂട്ടുപയോഗിച്ചാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നൊരു വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടിയല്ല ഞാൻ വന്നിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും വിശേഷങ്ങളും അടങ്ങിയൊരു വീഡിയോ ഉടൻ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. മലയാലപ്പുഴ ക്ഷേത്രത്തിൽ വരുമ്പോൾ മലയാലപ്പുഴ അമ്മയുടെ മാനസപുത്രൻ രാജൻ ഇവിടെ ഉണ്ടെങ്കിൽ കണ്ടിട്ടേ ഞാൻ പോകാറുള്ളൂ. ഇപ്പം രാജൻ മതപ്പാടിലാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കെട്ടിയതാണ്. ഞാൻ മാർച്ച് മാസത്തിൽ വന്ന് കണ്ടതാണ്. എന്നാലും ഇപ്പോൾ വന്നപ്പോൾ ഒന്ന് കണ്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. രാജൻ്റെ ചട്ടക്കാരായ ഗോവൻ ചേട്ടനും ആകാശം തീറ്റയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണ്. അവരെ ഞാനിപ്പം വിളിച്ചിരുന്നു. ഇവിടെ അവിടുത്തെ എവിടെയാണെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അവർ വെള്ളം കൊടുക്കാൻ ചെന്നപ്പോൾ അവരെ ഓടിക്കുന്ന സീനൊക്കെ ആയിരുന്നു. അന്നൊക്കെ വെള്ളം ലോറിക്ക് ഇറക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ ഉത്സവത്തിനാണ് ഇവിടെ വന്നിരുന്നത്. അന്നൊക്കെ ഭയങ്കര ചൂടുമായിരുന്നു. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വന്ന ആനകൾക്ക്, പുറമേ നിന്ന് വന്ന ആനകൾക്കും എല്ലാം ബുദ്ധിമുട്ടായിരുന്നു വെള്ളത്തിന്. മക്കളെ, കടയിൽ പഴം പഴുത്തതില്ലടാ. പഴക്കൊല ഇല്ല. കൊണ്ടുവരും നന്നായി മോന് കൊണ്ട് തരാനോ. ഇവിടുള്ള അമ്മമാരും ചേട്ടന്മാരും എല്ലാവരും രാജനെ സ്വന്തം മകനെ പോലെ ഒക്കെയാണ് കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ ഒത്തിരി പേര് ബിസ്ക്കറ്റ്, അതുപോലെ ഓറഞ്ച്, അങ്ങനെയൊക്കെയുള്ള സാധനമൊക്കെ ആയിട്ട് കൊണ്ടു കൊടുത്തായിരുന്നു. മഴക്കാലം ആയതുകൊണ്ടായിരിക്കാം രാജനെ കാണാൻ ആളുകളൊക്കെ തീരെ കുറച്ച് പേര് വന്നിട്ടുള്ളായിരുന്നു. കുറച്ച് പേരൊക്കെ വന്നു. കുറച്ച് പേര് മഴക്കാറിൻ്റെ ഇതെടുത്തപ്പോഴത്തേന് കുറച്ച് പേരൊക്കെ അങ്ങ് പോയി. പിന്നെ ചട്ടക്കാരായ ഗോവൻ ചേട്ടനും ആകാശം ഇല്ലാത്തത് കൊണ്ട് ആരും അങ്ങോട്ട് അടുത്തോട്ടും പോയില്ല. കാരണം അവരുണ്ടെങ്കിലേ ആളുകൾ പോയി എന്തെങ്കിലും കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ ആനയുമായിട്ട് അടുത്ത ഇടപഴകുന്ന ആളുകളാണെങ്കിൽ മാത്രമേ അവരില്ലാതെ പോയി കൊടുക്കാറുള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. മതപ്പാട് കാലത്ത് രാജൻ്റെ സ്വഭാവമായിരിക്കില്ല മറ്റൊരാനയ്ക്ക്. രാജൻ ചട്ടക്കാരെ മാത്രമേ മതപ്പാടിൽ ഓടിക്കാറുള്ളൂ. സാധാരണ പ്രദേശവാസികളായിട്ടുള്ളവരെയും മറ്റുള്ള ആളുകളെയൊന്നും മതപ്പാടിൽ രാജൻ ഓടിക്കാറില്ല. ചട്ടക്കാർക്ക് അടുത്തിരുന്ന് ഭക്ഷണം കൊടുക്കാവുന്ന ആനകളുമുണ്ട്. അതായത് തിരുവല്ലയിലുള്ള തിരൂർ മഠം രാജശേഖരൻ, അതിന് ചട്ടക്കാർക്ക് പോയി അടുത്ത് ചെന്ന് അതിന് തീറ്റ കൊടുക്കാം. അതേസമയത്ത് ഒരാളുകളെ അടുപ്പിക്കാത്ത ആനകളുണ്ട്. അത് ആദിനാട് സുധീഷ് എന്ന് പറഞ്ഞ ആനയുണ്ട്. അത് മതപ്പാട് കാലത്ത് ഞാനൊരു പ്രാവശ്യം പോയി കണ്ട. അന്നേരം അത് ചട്ടക്കാരെ ഓടിക്കും, ആളുകളെ ഓടിക്കും. അത് ഓലമടലെറിഞ്ഞ് ആളുകളെ ഓടിക്കും, ചട്ടക്കാരെ ഓടിക്കും. അങ്ങനെ മതപ്പാടിൽ ആനകൾക്ക് പല സ്വഭാവങ്ങളാണ്. മതപ്പാട് കാലത്തും അല്ലാത്തപ്പോഴും ആനകൾക്ക് പല സ്വഭാവങ്ങളാണ്. ഇപ്പം നല്ലൊരു മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
മഴയത്തെ രാധന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഇങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിനാൽ തൽക്കാലം വീഡിയോ നിർത്തുകയാണ്. ഇനിയും കൂടുതൽ വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.